പേരെങ്ങനെയായിരുന്നു? ആർദ്ര. അദ്ദേഹത്തിന്റെ പേര് അക്ഷര. മണി ചലഞ്ച്. ഇപ്പം കുറച്ച് ക്യാഷ് എടുത്ത് ആൾക്കാരെ കാണിച്ചു കൊടുത്തിട്ട് ഇതിൽ നിന്ന് എത്ര വേണം എണ്ണി എടുത്തോളാൻ വേണ്ടി പറയുന്ന മണി ചലഞ്ചാണ് നമ്മുടെ സബ്ജക്റ്റ്. നമ്മുടെ നോട്ടിൻ്റെ ഒരു സംഭവം ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ കൊടുക്കുന്ന പണി. ലാസ്റ്റ് നമ്മൾ പറയും ഇത് പ്രോഗ്രാമാണ്, ഓ മൈ ഗോഡാണ് എന്ന് നമ്മൾ പറഞ്ഞ് ചെയ്യുന്നതാണ് സംഭവം. ആരോട് ചോദിക്കണ്ടേ? നമ്മളിവിടെ ഫോക്കസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരു വീട്ടിൽ 1-2 പേര് കുഴപ്പമില്ല, നമുക്ക് പറ്റിക്കാൻ പറ്റിയ ടീംസ് ഉണ്ട്. ഫൈനലാവുമ്പോ ചേട്ടാ ഇതാണ് കൗമുദി ചാനലിന്റെ ഓ മൈ ഗോഡ് എന്ന് പറയുന്ന പ്രോഗ്രാം ഇതാണ് എന്ന് പറഞ്ഞ് കാണിക്കണം. ഞാൻ നിന്നോട് ഇപ്പൊ പറയട്ടെ, ചുമ്മാ എന്നോട് പറഞ്ഞു. ഹായ് ചേട്ടാ, നമസ്കാരം. നമ്മളിങ്ങനെ വീടുകളിൽ കയറി മണി ചലഞ്ച് ചെയ്യുകയാണ്. ഈ പെൺകുട്ടികൾക്ക് പണിയൊരുക്കാൻ ഞങ്ങളൊരു പ്രാങ്ക് മെനയുകയാണ്. ഈ പറഞ്ഞതുപോലെ മണി ചലഞ്ചിനായി അവർ പുറപ്പെടുകയാണ്. ഇനി മണി ചലഞ്ചുകാരികൾക്ക് നേരിടേണ്ടി വരുന്ന പ്രാങ്ക് നിമിഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അതെന്തൊക്കെയാണെന്ന് കാണാം. അവിടെ ആ മൂട് എത്ര പറിച്ചു വയ്ക്കാൻ നിന്റെ കിണ്ടല്ല ഞാൻ പറഞ്ഞു. അവിടെ മൂട് പറിച്ചു വേണം. നമസ്കാരം സാർ, ഞങ്ങളൊരു മണി ചലഞ്ചിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോ നമുക്ക് കാശിന്റെ ഒക്കെ ആവശ്യം ഉണ്ടാവുമല്ലോ, കാണുമല്ലോ. 1 മിനിറ്റ് സമയമുണ്ട്. അപ്പൊ അതിനുള്ളിൽ എത്ര നോട്ട് വേണം എന്നെ എടുക്കാം. സ്വന്തം ഇതിങ്ങനെ ഓരോന്നോരോന്ന് എടുത്തെടുത്ത് എണ്ണൂല്ലേ, അതേപോലെ 1 മിനിറ്റ് സമയമുണ്ട്, അതിനുള്ളിൽ എണ്ണണം. സ്പീഡിൽ എനിക്ക് 1 മിനിറ്റ് ഇപ്പൊ കഴിയും. അതെ അതെ, ഓരോന്നോരോന്ന് എണ്ണാവുള്ള. സാർ 1 മിനിറ്റ് ആയി സാർ. 1 മിനിറ്റ്. 55, 56, 57, 58, 59. കൺഗ്രാറ്റ്സ്. 39 നോട്ടുണ്ട് 500-ന്റെ. അപ്പൊ 4350 രൂപ അല്ലേ? അഞ്ഞൂറിന്റെ 39 നോട്ട് 4530 രൂപ. കൊച്ചു കറക്റ്റ് കണക്കും പറഞ്ഞു. എനിക്കുള്ള കണക്ക് തെറ്റാന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. എത്ര ഉണ്ടെന്ന് തന്നെ പറഞ്ഞു. ഇത് നോക്കി പണിയാടാ. അതുവരെ പണിയാ. നിങ്ങൾ ശമ്പളം കൊടുക്കോ? ഈ കൊച്ചു കൊടുക്കോ? പൈസ രാവിലെ ഒന്നും അവന് ചൂടെ നോന്നിട്ട് അവിടെ കയറിയിരുന്നു ഇത്രയും സമയം. നിങ്ങൾ കൊടുക്കോ ശമ്പളം? 19,500. ഭവാനി, ഞങ്ങളിങ്ങനെ സത്യം പറഞ്ഞാൽ ഈ ടൗണിലൊക്കെയാണ് ഞങ്ങൾ ഈ മണി ചലഞ്ച് നടക്കുന്നത്. ഇപ്പൊ ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ വീട്ടിലോട്ട് വന്നിട്ട് മണി ചലഞ്ച്. ഈ ഒരു ഭാഗ്യം ചേട്ടനാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. സത്യം എന്നാ ദൈവമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ വരുമാനം നിങ്ങൾക്ക്? ഞങ്ങൾക്ക് അത് വരും. നമ്മൾ പാവപ്പെട്ടവരുടെ ഓരോ ഇത് നോക്കി അതിലല്ലേ നമ്മൾ ഈ ചാനലിൽ നമ്മൾ കൊണ്ടു നടക്കുന്നത്. സന്തോഷം. അല്ല, നന്നായിട്ടിരിക്കട്ടെ. അയ്യോ പാവാനെ എന്റെ പിള്ളേരെ കൊണ്ട് എന്റെ മുമ്പ് കൊണ്ടുവന്നത് ഭഗവാനാണ്. ഭാസ്കരൻ ചേട്ടനെയും കൂടെ നോക്കാം. ഭാസ്കരൻ ചേട്ടന് എത്ര നോട്ട് കിട്ടുമോ 1 മിനിറ്റിനകത്ത്? പാവപ്പെട്ട ഒരാളാണ്. ഒരു മിനിറ്റ് ആയി. കൺഗ്രാജുലേഷൻ, 20,000 രൂപയുണ്ട്. ഇത് നിന്റെ സമയടെ എന്തായാലും പിള്ളേരെ. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ രണ്ടുപേരും ജോയിൻ ചെയ്തതിൽ ഞങ്ങൾക്ക് വലിയൊരു നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ രണ്ടുപേരോട് ഒരു കാര്യം പറയാണ്, ഇത് ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഇതൊരു പ്രാങ്ക് വീഡിയോ ആയിരുന്നു. നിങ്ങൾ ചെറുതായിട്ടൊന്ന് പ്രാങ്ക് ചെയ്താണ്. ക്യാമറ തണ്ട അവിടെ ഉണ്ട്, എല്ലാവരും അങ്ങോട്ട് നോക്ക്. സന്തോഷമുണ്ട്, നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഇതൊരു പ്രാങ്ക് വീഡിയോ ആയിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. പ്രാങ്ക് എന്ന് പറയുന്നത് തമാശയായിരുന്നു. ഇത് പൈസ കൗമുദിയിലെ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ ചാനൽ. ഇതേ നമ്മളെ പോലെ പാവങ്ങള്
ഇവിടെ വന്ന് നിൽക്കുമ്പോ കേരള എന്താ ഇതെന്ത് ഒറിജിനൽ നോട്ടല്ലേ? ഞങ്ങളെ പാവങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ഞങ്ങള്. പിന്നെ ഇതെന്താ പരിപാടി? എന്താ മറ്റേ ചാനൽ പ്രോഗ്രാം ആണ്. അത് ഇങ്ങനെ ഫേക്ക് നോട്ട് എന്താ വെച്ചാൽ? നോക്കിയത് നീ നോക്കിയത് ഇതാണ്. നീ കണ്ണു അങ്ങനെ പിടിക്കാൻ ഫേക്ക് നോട്ടാണല്ലോ. എന്തൊരു പരിപാടി? ഞങ്ങള് ഈ പാവപ്പെട്ടവരോട് ചോദിച്ചപ്പോ നീ കുറെ കള്ളനോട്ടം കൊണ്ടുവന്ന് ഞങ്ങൾ പറ്റിക്കാൻ നോക്കിയാ. എടാ ഒരു പ്രാങ്ക് പരിപാടി നിന്നോണ്ട് ചേട്ടനോട് വന്ന് സാധനം നടത്തി നീയാണേ പുള്ളി കണ്ടുണ്ട് നമ്മളൊരു പ്രോഗ്രാമിന്റെ അല്ല. ഇത് ഫേക്ക് നോട്ട് എന്താ ചേട്ടാ? ഇത് അല്ല, ഒരു ക്യാമറ വെച്ച പ്രാങ്ക് ഷോ ആയിരുന്നു സംഭവം. ഞങ്ങളെ പാവങ്ങളെ പറ്റിച്ചിട്ടാ. ഈടെ വരുന്നത് എവിടെ? വീട് എവിടെ? സാർ 2 സെക്കൻഡ് ഞാൻ ക്യാമറ നോക്കിയിട്ടുണ്ട്. അല്ലെ നീതേ കള്ളനോട്ട് പാവങ്ങളെ പറ്റിക്കാൻ വേണ്ടി കള്ളനോട്ട് കൊണ്ടിറങ്ങിയതാ. കള്ളനോട്ട് ഞാൻ അറിയാതെ വാങ്ങിച്ച് പോക്കറ്റിലും വെച്ച്. ഇത് ബാംഗ്ലൂരിൽ നിന്ന് കള്ളനോട്ടായിട്ട് വന്നേടാ പോയത്. ചേട്ടാ ഇതൊരു യൂട്യൂബിന്റെ വീഡിയോ ആയിട്ട് കള്ളനോട്ടായിട്ടാണ് നിങ്ങൾ ഇറങ്ങണത്. ഇതേ വേണ്ട അതിന് ബാംഗ്ലൂരിലല്ലേ പഠിക്കണേ? അപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് വന്നായിരിക്കും. ബാംഗ്ലൂർ നോട്ട് വലിച്ചിട്ട് വിളി. എല്ലാം അയച്ചോളൂ. എല്ലാം ഡീറ്റെയിൽ അയച്ചോളൂ. ഇത് അടിച്ചിറക്കണ ഒരു നമ്പർ ഇതിനെ കണ്ട. ഞാൻ ഇത് കണ്ടില്ലടാ. എന്റെ ചേട്ടാ ഇത് നിങ്ങള് ഈ കാണുന്ന ഇതിനകത്തൊക്കെ കറക്റ്റ് നോട്ടല്ലേ കൊടുക്കണം അല്ലേ? കറക്റ്റ് കാശ് തന്നെ കൊടുക്കണേ. അത് നമുക്കറിയില്ലല്ലോ. അവരെല്ലാരും പറയുന്നുള്ളൂ കാശ് കിട്ടി സന്തോഷമായിട്ട് അവർ വാങ്ങി വെച്ചോണ്ട് പോകുമല്ലോ. അപ്പൊ അത് കഴിഞ്ഞതിന്റെ പിന്നെ സാർ ചെറുകര ആ വഴി നേരെ കയറി വരണം. സാർ ഒരു കേസ് പറഞ്ഞു 2 സെക്കൻഡ്. നമ്മൾ ക്യാമറ എത്തി സ്റ്റക്കായി പോയി. അവിടെ നന്നോണ്ടിരിക്കുക. ഒരു 5 മിനിറ്റ് ഞങ്ങൾക്ക് സമയം തരാം. 5 മിനിറ്റ് സമയം ഞങ്ങൾ ഇതൊന്ന് കാണിച്ച്. അതിന് മുമ്പ് സ്റ്റേഷനിൽ നിന്ന് ആള് വരും. ആയിക്കോട്ടെ സാറേ, വന്നോട്ടെ, നമുക്ക് കുഴപ്പമില്ല. നമുക്കൊന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു സമയം എന്താ? ഞാൻ ഇവരെ കൂടെ ഉള്ള ആങ്കറാണ്. അല്ല നിങ്ങൾ ഈ പ്രോഗ്രാമിൽ ഇങ്ങനെ കൊടുക്കണേ? അല്ല പറയട്ടെ ഞാൻ പ്രാങ്ക് ഷോ അല്ലേ? പ്രാങ്ക് ഷോ ആകുമ്പോൾ ഇതൊക്കെ ഇതിന്റെ കൂടെ ഉള്ളതാണ്. നമ്മളത് തെളിയിക്കാന്ന് പറഞ്ഞില്ലേ? നമ്മൾ ക്യാമറ സ്റ്റക്കായി പോയി. അതിപ്പോ പെട്ടെന്ന് റെഡി ആയി. ഈ കള്ളനോട്ട് കൊടുത്താണ് ആൾക്കാരെ പറ്റിക്കണേ. സുഹൃത്തെ, ഇത് ലാസ്റ്റിൽ പറഞ്ഞില്ലേ കള്ളനോട്ടാണ് ചേട്ടാ, ഇത് പ്രാങ്ക് ഷോ ആണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ഈ കുട്ടികളെ ഉപയോഗിച്ചിട്ടാണോ ഇതെല്ലാം ചെയ്യുന്നത്? എന്നെ കൊണ്ട് കള്ളനോട്ട് കൊണ്ട് പറ്റിച്ചിട്ട് ക്യാമറ സ്റ്റക്കായി. എന്താ ക്യാമറ സ്റ്റക്കായി നിന്റെ? ഞങ്ങൾ കൂടെ ഇവരും മാത്രമല്ല, ഞങ്ങൾ മാത്രമല്ല, ഇനിയും 2-3 എന്നെ കാണാൻ വന്നപ്പോ ഇവിടെ 4 ഉണ്ടായിരുന്നു. അവരൊക്കെ ഇവിടെ 4 പേരുണ്ടോ? ബാക്കിയുള്ളവരോടെ ഒന്നും വിശ്വസിക്കും കാര്യമൊന്നും പറഞ്ഞ് മനസ്സിലായി. നിങ്ങൾ അതിനുള്ള ഒരു SI സാറും സംഘവും വരുന്നുണ്ട്. നിങ്ങൾ അവരോട് പറഞ്ഞാൽ മതി. എന്റെ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവരെ ഇത് നിന്നെ കയ്യിൽ ഞാൻ വിടുള്ളൂ. എന്റെ വീടിനകത്തുകൊണ്ട് നീ കള്ളനോട്ട് കൊണ്ട് ചെയ്ത് ഞാൻ കൂടെ കയറി ഇറങ്ങിയിട്ടുണ്ടോ? കണ്ടോളൂ. എന്റെ ജോലി പോയ നിങ്ങൾ ഉത്തരം പറയൂ. ഞങ്ങൾ പറയുന്നത് മനസ്സിലാക്കാൻ മാന്യമായിട്ടല്ലേ ഇതുവരെ പറഞ്ഞു? കള്ള ഇത് പ്രാങ്ക് ഷോ അല്ലേ? കള്ളനോട്ട് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അല്ല സാർ, സത്യം സീരിയസ് ആയിട്ടും അല്ല. ഇത് പ്രാങ്കിന്റെ ഭാഗമായിട്ട് വേണ്ടി ഞങ്ങള് നിങ്ങൾ എനിക്ക് പൈസ തന്നോളൂ. അപ്പൊ അവർ നിങ്ങളെ പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയ. അല്ല നീ കേട്ടല്ല അണ്ടല്ലേ എവിടെ വന്ന് അവന്മാര് വലിഞ്ഞ് പതുക്കെ കൊടുത്തിട്ട് പതുക്കെ വരികയെന്നുള്ള പരിപാടി. ഈ ചേട്ടന്റെ ഈ കാശ് കിട്ടിയ ചേട്ടൻ അവിടെ കൊണ്ടുപോയായിരുന്നു. ഞാൻ ദൈവമേ കൊണ്ടുവന്ന് കടയിലും കൊടുത്ത് അവൻ ലോൺ അടയ്ക്കാൻ പറ്റുന്ന പൈസ ബാങ്കിൽ കൊണ്ടുപോയി ഞങ്ങളാവൂലി. ആ ലോൺ അടയ്ക്കുന്ന പൈസ പറ്റും ബാങ്കിൽ കൊണ്ടുവരുന്ന അവസ്ഥയിലേക്ക് നോക്ക്. ഇവിടെ ഭയങ്കര വിഷയമാണ് സാറേ. ഇവിടെ ആകെ വരുമോ? നമ്മളെ സോനയോ ആരെങ്കിലും ഒന്ന് വിടുവോ? സോന ഒന്ന് പറഞ്ഞു കൊടുത്തേ, പ്രോഗ്രാം ഇതാണെന്ന് പറഞ്ഞു കൊടുത്തു. മണി ചലഞ്ച് ഇല്ലേ? ഫേക്ക് നോട്ടാണല്ലോ. ഫേക്ക് നോട്ടാണല്ലോ. മണി ചലഞ്ച് ആണെന്ന് ഫേക്ക് നോട്ടാണോ കൊണ്ടു കൊടുക്കുന്നത്? ഫേക്ക് നോട്ടല്ലേ? ഇത് ഫേക്ക് നോട്ടാ. ഇത് കണ്ടില്ലേ? ഇത് നമുക്ക് മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യും. അതായിക്കോട്ടെ, പക്ഷെ ഇത് ഫേക്ക് നോട്ടാണല്ലോ. അതിന് കാശ് തരണോ? ഒറിജിനൽ കറൻസി പകരം പൈസ തരണോ? അല്ല ചേട്ടാ, നമ്മൾ പൈസ തരണോ? പറ. പൈസ തരാം. ഞങ്ങൾ പൈസ ഒരു 5 മിനിറ്റ് ക്യാമറ സെറ്റ്.
കുറച്ച് 5 10 ഉണ്ട്. ഇനി ഞാൻ പോലീസ് ഓടിച്ചു വിളിച്ചിട്ടുണ്ട്. അവർ വന്നല്ലേ ഞാൻ കൂടെ കയറി ഇറങ്ങണ്ടാണ് അവിടെ. ക്യാമറ സ്ട്രക്കായി പോയി, പെട്ടെന്ന് സ്ട്രക്കായി. ഇവിടുന്ന് രണ്ടാമത് പോയി അവൻ ആദ്യം ബാറ്ററി തീർന്നു, ബാറ്ററി തീർന്നിട്ട് അകത്ത് പോയി, അവൻ റെഡിയാക്കി സ്ട്രക്കായി പോയി. അത് കൊണ്ടുവന്ന് ഇവർക്ക് തെളിവ് കാണിക്കുന്നത് പോലീസാണ്. ഇനി വേറെ എന്തെങ്കിലും വകുപ്പ് കഴിഞ്ഞാൽ ഇരട്ടി പണിയാവും. ടെൻഷൻ വേണ്ട നമ്മൾ നമ്മൾ ഈ പ്രാങ്ക് ഷോ ആണ് പറഞ്ഞല്ലോ, നിങ്ങളെല്ലാം പറഞ്ഞല്ലോ. ഇപ്പൊ എന്തോ ഓരോ ചാനലിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഒറിജിനൽ നോട്ടാണോ ഫേക്ക് നോട്ടാണോ നമുക്കറിയില്ലല്ലോ. അത് കഴിയുമ്പോൾ അതിന്റെ പുറകിൽ എന്താ നടക്കുന്നത് നമുക്കറിയില്ല, ക്യാമറയുടെ പുറകിൽ. വിവരമില്ലാത്തൊരു ഇവിടുത്തെ ഒരു കാര്യം പറയുന്നത് നമ്മളെ വെറുതെ കൈയിട്ട് എന്നെ 2-3 അടി അടിച്ചു. നമ്മൾ ഇവരുടെ ചോദിച്ചു നോക്കി, അവർക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാകുന്നില്ലെന്നേ. അതെ, ഞങ്ങളോട് തന്നെ എന്തൊക്കെയാ പറഞ്ഞത്, എന്തൊക്കെ പറഞ്ഞു, മോശമായിട്ട് പറഞ്ഞു. എന്താ സാറേ? അല്ലല്ല സാറേ, അവരെയും കൂടെ വന്നു കഴിഞ്ഞാൽ ഇവരെങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല, മനസ്സിലായ? ഞാൻ അത് കൊടുക്കാം. ഹലോ, അവര് പോലീസിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറി സംസാരിക്കാൻ കൊറേ പറഞ്ഞു നോക്കി. പ്രോഗ്രാമാണ് ഇത്, ഇങ്ങനത്തെ പ്രോഗ്രാമിൽ ഇങ്ങനത്തെ കാശ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ക്യാമറ സ്റ്റക്കായി, അതെല്ലാം പറഞ്ഞു. സ്റ്റക്കായി അതിന് തെളിവ് കാണിക്കാൻ പറഞ്ഞിട്ടൊന്നും അവര് സമ്മതിക്കുന്നില്ല. അവര് കൈയും കാലും ഒക്കെ എടുത്ത് കാണിക്കുക. ഞാൻ ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കും ഇനി അറിഞ്ഞൂടെ മക്കളെ? ഞങ്ങൾ ആ ക്യാമറ സോന എന്ന് പറയുന്ന കുട്ടി ഇവിടുത്തെ കാര്യാന്നാ പറഞ്ഞേ. നമ്മളെ കാവാലം പോണ്ട, അതിന്റെ അകത്തോട്ട് കിടക്കുന്ന ഒരു വഴി, ചെറുകര എന്ന് പറയുന്ന ഒരു വഴിയുണ്ടല്ലോ, ആ വഴി കയറുക. ആ സത്യം പറയാം, ഇതിനകത്ത് വേറെ ആരൊക്കെ ഉണ്ട്? നിങ്ങൾ സത്യമായിട്ട് ഇതൊരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വന്നതാണ് സാർ. വേറെ പ്രോഗ്രാം ഒക്കെ നമ്മളും കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ ഫേക്ക് നോട്ട് വെച്ചിട്ടുള്ള പ്രോഗ്രാം നമ്മൾ കണ്ടിട്ടുണ്ട്. ചാനലിലും ഇങ്ങനെ ഫേക്ക് നോട്ട് വെച്ചിട്ടല്ലേ ചെയ്യാ? എന്ത് പരിപാടി? ബാക്കിയുള്ളിടത്തല്ലേ ഈ മണി ചലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി. മണി ചലഞ്ച് തന്നെ അത് തന്നെ നിയമ വിരുദ്ധമാണ് ഈ കാര്യം ചെയ്യുന്നത്. ഇത്രയും കാശും കൊണ്ട് നടക്കാൻ പറ്റും. സാർ, ഇത് പ്രാങ്ക് ഷോ ഇല്ലേ? നമ്മൾ അതിന് ഫോർ ഷൂട്ടിംഗ് അതിൻ്റെ അകത്ത് ഷൂട്ടിംഗ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ പറഞ്ഞത് ഇത് ഫേക്ക് നോട്ടാണല്ലോ. ഇവര് അത് യഥാർത്ഥമായിട്ടാണെന്നും പറഞ്ഞിട്ടല്ലേ ഇന്ന് അതിന്റെ അതിൽ എവിടെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട്? സാർ അതല്ല സാർ, നമ്മൾ എപ്പോഴും ഇങ്ങനെ ഫേക്ക് നോട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നേ. താനാണോ ഇതിന്റെ ആള്? നമ്മളെല്ലാരും ഇതിന്റെ ആൾക്കാരാണ്. എല്ലാരും കൂടെ എല്ലാരും കൂടെ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെന്ത് ചെയ്യും? എല്ലാരും കൂടെ എത്ര? ഇപ്പൊ 1 2 3 4 പേരുണ്ട്. സാറേ, ഇങ്ങനെ കിടന്ന് ഇതായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അവരെ വിളിച്ചു വരുന്നത്? ഞങ്ങൾ പോയി അവരെല്ലാം കൂടെ വിളിച്ചോണ്ട് സാറ് വന്നിട്ട് നിങ്ങൾ പോയാൽ മതി. സാറ് വന്നിട്ട് പോയാൽ മതി. സംഭവിക്കത്തില്ല ചേട്ടാ. എന്റെ കൊച്ചിനെ കല്യാണം അയക്കണേ, എന്നെ കേസേ പ്രതിയാക്കിയല്ലേ? നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഞാനിവിടെ നിൽക്കാം, അവർ 3 പേരും പോകും. ചേട്ടാ, ഞാനിവിടെ നിൽക്കാം, അവര് 3 പേരും പൊക്കോട്ടെ. അവരെ കുഴപ്പമില്ല, ഞാൻ നിൽക്കാന്ന് പറയല്ലേ? നിങ്ങൾ എന്നെ എന്ത് വേണോ ചെയ്തോ, അവര് പൊക്കോട്ടെ, ഞാൻ ഇവിടെ നീ വെച്ചോ. എന്നാ പൈസ എന്ന് ഭരിച്ചത് ഈ ബാംഗ്ലൂർ അറിയാം. എന്റെ കൊച്ചിനെ കല്യാണം ആയിരിക്കണം, നിനക്കറിയാം. ഈ പോലീസ് വന്ന് എന്റെ വീട്ടിൽ കയറി നാളെ എന്തായിരിക്കും എന്റെ ജീവിതം? ഞാൻ തന്നെ ചോക്ക്. പിന്നെ പരിസരത്ത് നോക്കാൻ പറ്റുമോ നമുക്ക്? എന്നെ ഈ പാവപ്പെട്ടെ അങ്ങനെ പോലെ മണ്ട കൊണ്ട് പറഞ്ഞത് നീ സ്വന്തമായിട്ട് എങ്ങനെ പോകും? എന്റെ കൊച്ചിന്റെ ജീവിതം കൂടെ വഴി കിടക്കേ. അയ്യോ, എനിക്ക് ആലോചിച്ചത് തലകറങ്ങണ. അയ്യോ, ഇനി എവിടുത്തെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. ഞങ്ങൾ 4 പേരും പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഇതാരാണ്? ഇത് നമ്മളെ ഷോയിലുള്ള ആളാണ്. നമ്മളെ കള്ളനോട്ട് തന്നതാണ്ട. അത് കള്ളനോട്ടിന്റെ അല്ല, ഇത് നമ്മുടെ കൗമുദി ടിവിയിലെ ഓ മൈ ഗോഡ് എന്ന് പറയുന്ന പ്രാങ്ക് ഷോയാണ്. ബാക്കിയുള്ളവരുടെ ഞങ്ങള് തന്നെയാണ്. ചൂട്ട് പിടിച്ച പാമ്പിന്റെ സാധനം അവൻ ക്യാമറ ചേട്ടാ പറഞ്ഞല്ലോ ഞങ്ങള് വീഡിയോ ഇട്ടാലേ പ്രശ്നമാകത്തുള്ളൂ. ഞങ്ങള് വീഡിയോ നിങ്ങളുടെ പ്രശ്നം ഞാനൊരു കാര്യം, ഇത് നമ്മുടെ കൗമുദി ടിവിയിലെ ഓ മൈ ഗോഡ് എന്ന് പറയുന്ന ഇതൊരു തമാശ പ്രാങ്ക് ഷോയാണ്. അതിനാണ് സാറിനൊന്ന് വിളിച്ചോണ്ടാണ് സമയം. ഇയാളെവിടെ പോ? ഇല്ല, സാറിനെ വിളിക്കാൻ പോവാ.
പൈസ തന്നെ. പേടിപ്പിക്കാതെ ചേട്ടാ, നമ്മള് തെറ്റൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ എന്നെ പ്രോഗ്രാം എന്ത് പരിപാടിടാ? ഓ മൈ ഗോഡ് എന്ത് പരിപാടിയാ? എടാ, എന്റെ വീടിനകത്തോണ്ട് കള്ളനോട്ട് എന്റെ കൊച്ചിന്റെ കല്യാണം ആയിരിക്കാണ്. അത് തുറയ്ക്കാൻ വേണ്ടി നീ ഈ പെമ്പിളെ പറഞ്ഞിട്ട് അത് കള്ളനോട്ട് എടുത്ത് എടാ, നീ പോടാ. പോടാ, പോടാ, പോടാ. പോടാ, പോടാ, നീ എന്നെ മാറ്. എടാ, കൊച്ചിന്റെ കല്യാണം ആയിരിക്കണത് പ്രോഗ്രാമാണ്. എന്തൊരു പ്രോഗ്രാം? ഇത് ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാം. ഇത്രയും സാറ് വരട്ടെ, നിങ്ങൾ ഇവരെ കൈവെക്കുന്നത് വേറെ വിഷയമാകും കേട്ടോ. പ്രോഗ്രാമാണ് ഇത്, നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു പ്രോഗ്രാമാണ്. ഇത് വേറെ ഒന്നും നിങ്ങൾ എവിടെ കൊണ്ടുപോകുന്നു? ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. ഞാൻ എന്നെ കൊണ്ട് കള്ളനോട്ട് കൊണ്ട് പ്രതിയാക്കാൻ പറ്റാടാകും ഞാൻ കൊണ്ടുപോയിരുന്ന ഞാൻ ആദ്യം അവത്താവുമായിരുന്നു. അത് ഫേക്ക് നോട്ടാണല്ലോ. ഏത് നീ ഇത് അറിഞ്ഞാ നോട്ടോടെ നിങ്ങളുടെ കൈ തന്ന എവിടെ നോട്ട് എവിടെ നോട്ട് എവിടെ നിങ്ങളുടെ കൈ തന്ന നോട്ട് താ. നോട്ട് എവിടെ? എവിടെ? നോട്ട് എവിടെ? നോട്ട് എവിടെ? നോട്ട് എവിടെ നോട്ടില്ല നോട്ട് പിടിക്കാൻ തോന്നുന്നു. ഇത്ര നേരം നോട്ട് കയ്യിലുണ്ടായതല്ലോ. എന്റെ കയ്യിൽ നോട്ടില്ല സാറേ, ഇവരുടെ കയ്യിലുള്ള നോട്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്, പക്ഷെ അത് ഒരു മുക്കി. നിങ്ങളുടെ കയ്യിലല്ലേ തന്നെന്ന് പറയുന്നത്. പൈസ തന്നെ. എന്റെ ഫോട്ടോ ഉണ്ട് ഇപ്പൊ അവിടെ കയ്യിൽ സംഭവം അവരുടെ കയ്യിരിക്കുന്ന പൈസ വെച്ചിട്ട് അവര് ചുമ്മാ നമ്മളായിട്ട് ഇതാക്കിയത് അവരെ നമ്മളെ കയ്യിൽ നോട്ട് ഉണ്ടായിരുന്നോ ഇല്ലല്ലോ ഇല്ല. സാറേ, ഇത് പ്രോഗ്രാമാണ് സാറേ. നിങ്ങൾ പ്രോഗ്രാം ബാക്കേറി നോട്ടുമായിട്ട് നിങ്ങൾ ആരും ഇവിടുന്ന് പോകത്തില്ല. നിങ്ങൾ ആരും ഇവിടുന്ന് പോകത്തില്ല. ആരും ഇവിടുന്ന് പോകത്തില്ല. സാറേ, ഇത് പ്രോഗ്രാം. ജയിലിൽ, 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 ജയിലിൽ. പറയുന്ന കൈവെക്കൽ. കൈവെക്കൽ, കൈവെക്കൽ. മതി 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 സത്യത്തില് നീ ഏതാ? ഇത് കൗമുദി ടിവിയുടെ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാം തന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു, അതിലൊരു മാറ്റമില്ല. ചേട്ടാ ഇത് എടുക്കോ, തോർത്തം എടുക്കോ. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് രജിത്ത്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഓമായി കൊടുത്ത് പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കും. ഓ മൈ ഗോഡ് ഒരു പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കും. അപ്പോൾ ഈ ക്യാമറ മാത്രമേ ഉള്ളൂ, വേറെ എവിടെ? ഇല്ല, ഇതുകൊണ്ടിരിക്കുന്ന രണ്ട് ക്യാമറ. ആരാണ് കൊടുത്തിയത്? ആരാണ്? ആര്? അന്തക്കൈ ഇത് സോനയാ? സർപ്രൈസ് കൂട്ടുകാരി. ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിക്കാൻ പറഞ്ഞ ഞാൻ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചേ. ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചാ നീ വരും എന്നുള്ള സാധനം ഞാൻ പറഞ്ഞു. ഇനി വരൂല, ഇനി വരൂല. അത് ഫ്രണ്ട്ഷിപ്പിന്റെ ഏറ്റവും വലിയ തെളിവ്. ക്യാമറ ഒക്കെ ഓഫ് ആയിരിക്കൂല്ലേ? ഇല്ല ഇല്ല അതിന് ഞാൻ മാസ്റ്റർ ഡയലോഗ് അടിക്കുമ്പോൾ അങ്ങനെയായിരിക്കും. ആർദ്രയ്ക്ക് കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. വളരെ സന്തോഷത്തോടും സ്വീകരിക്കുക. ആദ്യം ക്യാഷ് പ്രൈസ് ആണ്. കൂടാതെ ഇതും പ്രാങ്ക് അല്ലല്ലോ. മെൻസ് വേൾഡ് ബാലാമൂരം ആൻഡ് നെയ്യാറ്റിങ്ങിന് നൽകുന്ന സമ്മാനം.